ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമുക്ക് ക്രിസ്മസിന് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കാരമൽ സിറപ്പ്. അപ്പം ഞാൻ കപ്പ് പഞ്ചസാരയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മൈല്യൂട്ട് ചെയ്തെടുക്കാം. തീ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 ഗ്രാമ്പും പിന്നെ ഒരു കഷ്ണം പട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം രണ്ടാമത്തെ സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീമി ടെക്സ്ചർ വരുമ്പോഴത്തേക്കും ഇതേപോലെ ആയി കിട്ടുക. അപ്പം നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ മൈദ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ മൈദയിൽ നിന്ന് 2 ടീസ്പൂണ് ഈ ക്യാരറ്റൊക്കെ ചീവി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ മിക്സ്ചർ നമ്മൾ മൈദയിലേക്ക് ചേർക്കുമ്പോൾ, കേക്കിൻ്റെ മിക്സ്ചറിലേക്ക് ചേർക്കുമ്പോൾ അത് താഴെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്ത് കോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി മൈദ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഈ മൈദ ഈ കൂട്ടിലേക്കൊന്ന് മിക്സായി കിട്ടണം. അതേപോലെ ഒന്ന് പതിയെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. സ്പീഡ് 1-ലിട്ടാൽ മതി. ഇനി നമുക്ക് സൈഡിലത്തെ എല്ലാം കൂടി ഒന്ന് വടിച്ചെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ബാറ്റർ കുറച്ച് കൂടുതൽ കട്ടിയാവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂണ് പാല് ചേർത്ത് കൊടുത്താൽ മതി. അതിപ്പം തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല, അല്ലാതെ തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് വടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ക്യാരറ്റ്, മൈദ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മുന്നേ ഞാൻ നമ്മൾ ഷുഗർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിലേക്ക് കാരമൽ സിറപ്പ് ചേർക്കുന്ന ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് സമയത്ത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അതെനിക്ക് എപ്പോഴും പറ്റുന്നൊരു പറ്റലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ മിക്സ്ചർ നമ്മളെ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രാവശ്യം ടാപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റിൻ്റെ മിക്സ്ചറൊക്കെ നമുക്കിങ്ങനെ കുറേ നേരം ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ചെരുവും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക 10 മിനിറ്റ് മുന്നേ. എന്നിട്ട് നമുക്കതിലേക്ക് വെച്ചിട്ട് ഒരു 55 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. ഈ പ്രാവശ്യം ക്രിസ്മസിന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കിയിട്ടത് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടായിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. നോക്കി നോക്കൂ, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമുക്ക്
സാധാരണ പ്ലം കേക്കൊക്കെ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഇപ്രാവശ്യം ക്യാരറ്റ് എയ്ഡ്സ് കേക്ക് ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.